ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി നാഗാർജുന സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കൽക്കി 2898 AD. ചിത്രം ഇന്നലെ തിങ്കളാഴ്ചയോടെ 26 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 25 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയെടുത്തത് 30 കോടി 50 ലക്ഷം രൂപയായിരുന്നു. 26-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും ഈ ചിത്രത്തിന് 20 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടാനായിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമയുടെ 26 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 30 കോടി 70 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ വൈജയന്തി മൂവീസ് ഇന്നലെ 26-ാം ദിവസം തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിൽ ഒരു തരത്തിലുള്ള പോസ്റ്ററുകളും പുറത്തു വന്നിട്ടില്ല. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പുറത്തു വന്ന ഔദ്യോഗിക പോസ്റ്റർ പ്രകാരം ഈ ചിത്രം 1000 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരുന്നു. ഈ ചിത്രത്തിന്റെ 25 ദിവസത്തെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 1002 കോടി രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും ഈ ചിത്രം 1000 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ചിത്രം 26 ദിവസം കൊണ്ട് 1006 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ ചിത്രം 1100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുമുണ്ട്. സൂര്യ നായകനായി ശിവ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കങ്കുവ. ബോബി ഡിയോൾ, ദിഷ പടാനി എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഒക്ടോബർ 10 റിലീസിംഗ് നിശ്ചയിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് 11 മണിയോടെ റിലീസ് ചെയ്യപ്പെടും എന്ന അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളായി അർജുൻ മനോഹർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നരിവേട്ട. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ തിങ്കളാഴ്ച പുറത്തു വന്നിരുന്നു. സൂരി, അന്നാബൻ എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് രാജ് സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയാണ് കോട്ടുകാളി. ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പുറത്തു വരുന്നതാണ്. നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഈ ചിത്രം 2025 മാർച്ചിലാണ് തിയേറ്ററിലെത്തുന്നത്. ധനുഷ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് രായൻ. ജൂലൈ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളിലാണ് തിയേറ്ററിലെത്തുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമയുടെ കേരള തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. ധനുഷ്, സുന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, തുഷാര വിജയൻ, അനിക സുരേന്ദ്രൻ, എസ് സൂര്യ, പ്രകാശ് രാജ്, സെൽവരാഘവൻ, ജയറാം, വരലക്ഷ്മി, ശരത് കുമാർ, ശരവണൻ, മൊട്ടരാജേന്ദ്രൻ എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാനാണ്. മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ എന്ന സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ റിലീസ് ഈ മാസം 26-ാം തീയതിയാണ്. ഈ ആഴ്ച, അതായത് ജൂലൈ 26-ന് തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമ ആസിഫ് അലിയെ നായകനാക്കി അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്യുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, അമല പോൾ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. സംവിധായകൻ അർഫാസ് അയ്യൂബിന്റെ തിരക്കഥയ്ക്ക് ആദം അയ്യൂബാണ് സംഭാഷണം എഴുതിയിട്ടുള്ളത്. പ്രമുഖ തിരക്കഥാകൃത്തായ SN സ്വാമി സംവിധാനം ചെയ്യുന്ന സീക്രട്ട് എന്ന സിനിമ ജൂലൈ 26-ന് തിയേറ്ററിലെത്തുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനാണ് ഈ ചിത്രത്തിലെ നായകൻ. ജേക്കബ് ഗഗറി, അപർണ ദാസ് എന്നിവരാണ് മറ്റ് താരങ്ങൾ. ദിലീപ് നായകനായി വിനീത് കുമാർ സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തി ആവറേജ് വിജയം നേടിയെടുത്ത സിനിമയാണ് പവി കെയർടേക്കർ. ഈ സിനിമയുടെ OTT റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് വഴി ഈ വരുന്ന ജൂലൈ 26-ന് ഈ ചിത്രം OTT റിലീസ് ചെയ്യും. ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളാകുന്ന അഡിയോസ് അമീഗോ എന്ന സിനിമ ആഗസ്റ്റ് 2-ന് തിയേറ്ററിലെത്തുകയാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ സിനിമ നഹാസ് നാസറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആസിഫ് അലി, ബിജിമേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയ് സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് തലവൻ. ഈ സിനിമയുടെ രണ്ടാം ഭാഗമായ തലവൻ 2-വിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ജിസ് ജോയ് നടത്തുകയുണ്ടായി. ആഗസ്റ്റ് 2-ന് തിയേറ്ററിലെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ മഞ്ജു വാര്യർ പ്രധാന താരമായി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫൂട്ടേജ് എന്ന സിനിമയാണ്. വിശാഖ നായർ, ഗായത്രി അശോക് എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത് ജൂലൈ 19-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇടിയൻ ചന്തു. ഈ സിനിമ വീക്കെൻഡ് കളക്ഷനായി 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രത്തിന്റെ തിങ്കളാഴ്ചയിലത്തെ കളക്ഷൻ 9 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ 54 ലക്ഷം രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഹരിദാസ് സംവിധാനം ചെയ്ത് ആഗസ്റ്റ് 9-ന് തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് താനാര. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈം ടോം ചാക്കോ, അജു വർഗീസ്, ദീപ്തി സതി, സ്നേഹ ബാബു എന്നിവരാണ് അഭിനേതാക്കൾ. ബേസിൽ ജോസഫ് നായകനായി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി ആഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തുകയാണ്. മനോജ് കെ ജയൻ, സ്വാസിക, സിദ്ദീഖ്, അജു വർഗീസ്, സൈജു കുറുപ്പ് എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. വിക്രം നായകനായി പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് തങ്കലാൻ. വിക്രമിന്റെ 61-ാമത്തെ ചിത്രം കൂടിയായ ഈ സിനിമ ആഗസ്റ്റ് 15-ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നതാണ്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ എന്ന സിനിമ ആഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തുകയാണ്.
ഒട്ടനവധി പുതുമുഖ താരങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി വിന്റേജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സൂപ്പർ സിന്ദഗി. ഈ സിനിമയുടെ ഒഫീഷ്യൽ മോഷൻ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയുണ്ടായി. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ തിയേറ്ററിലെത്തുന്ന ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.